കണ്ണീരോടെ വിതുമ്പി കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോൻ. എന്താ സംഭവം? കേക്കട്ടെ. താൻ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുകയാണ്. ആഗ്രഹിച്ചു വാങ്ങിയ കാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണം കണ്ടെത്താൻ വിറ്റുവെന്നും കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞു. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. എങ്ങനെയാണ് ഈ അടിയൊഴുക്ക് വന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ അങ്ങനെ ഒരു അടിയൊഴുക്കിന്റെ കാര്യമില്ല. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. നമ്മുടെ വോട്ടുകളൊന്നും ചോരില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഈ മണ്ഡലത്തിൽ വോട്ടുകൾ ചോർന്നു. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് തോൽവി സമ്മതിക്കുന്നു. ജനങ്ങളോടൊപ്പം ഇനിയും നിൽക്കും. മുഴുവൻ വിങ്ങിപ്പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. സഖാവ് പിണറായി കറുത്ത കാറിൽ സഞ്ചരിച്ചപ്പോൾ എനിക്കൊരാഗ്രഹം, കയ്യിരുന്നതെല്ലാം പല ചിട്ടികളിൽ ചേർന്ന് അങ്ങനെയാണ് 27 ലക്ഷം രൂപയുടെ കാർ വാങ്ങിച്ചത്. അതിന് കുഴപ്പമൊന്നുമില്ല. ആശിക്കാൻ ആരുടെ അനുവാദം വേണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആശിക്കാൻ പാടുണ്ടോ എന്റെ കുട്ടിരാമ? കയ്യിരുന്നതെല്ലാം പല ചിട്ടികളിൽ ചേർന്ന് അങ്ങനെയാണ് 27 ലക്ഷം രൂപയുടെ കാർ വാങ്ങിച്ചത്. അതിന് കുഴപ്പമൊന്നുമില്ല. കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ജനങ്ങളോടൊപ്പം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഇവിടെ പലരും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഗിഫ്റ്റിയുടെ ഒരു അംശം പോലും ഈ മണ്ഡലത്തിൽ വന്നില്ല എന്നുള്ളത് പറഞ്ഞു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ മണ്ഡലത്തിലെ റോഡുകളും പാലങ്ങളും സ്കൂളുകളും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം കിഫ്ബിയുടെ പദ്ധതി പ്രകാരമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ആറാമൂഴത്തിൽ കുന്നത്തൂരിൽ ദയനീയമായി തോൽക്കുമ്പോൾ കോവൂർ കുഞ്ഞുമോൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് കൂടിയാണ് ചോദ്യചിഹ്നമാകുന്നത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. വൈകിട്ട് കാണാം. ഓക്കെ, സീ യു.